മുൻനിര നായകന്മാർ അല്ലായിരുന്നിട്ട് കൂടി തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ മുഴുവൻ ആരാധകരാക്കി മാറ്റിയ ഒരു കൂട്ടം മികച്ച അഭിനേതാക്കളെ കൊണ്ട് സമ്പന്നമാണ് മലയാള സിനിമാ ലോകം. ഇവരുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ മുരളി എന്ന പേര് ആദ്യം തന്നെ ഉണ്ടാകും. കാരണം മുരളി എന്ന അഭിനേതാവിൻ്റെ സംഭാവനകൾ അത്രമേൽ വിശേഷപ്പെട്ടതാണ്. അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഒന്നു മാത്രമാണ് സർക്കാർ ജീവനക്കാരനായിരുന്ന മുരളീധരൻ പിള്ളയെ മലയാളത്തിൻ്റെ മുരളിയാക്കി മാറ്റിയത്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അനേകം നാടകങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തെ സിനിമ അഭിനയത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 1954 മെയ് 25 കൊല്ലം കുടവട്ടൂരിലാണ് മുരളിയുടെ ജനനം. കോളേജ് പഠനങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരത്തായിരുന്നു. പഠനത്തിന് ശേഷം കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൽ LD ക്ലർക്കായും കേരള യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൽ UD ക്ലർക്കായും വർഷങ്ങളോളം ജോലി ചെയ്തു. പക്ഷേ ഈ ജോലിക്കിടയിലും അദ്ദേഹം നാടകങ്ങൾ കാണാൻ സമയം കണ്ടെത്തുമായിരുന്നു. സുഹൃത്തുക്കളുടെ റിഹേഴ്സൽ ക്യാമ്പുകളിൽ മണിക്കൂറുകളോളം സമയം ചിലവഴിക്കാറുണ്ടായിരുന്ന മുരളി നാടകങ്ങളെയും അതിൻ്റെ ആധുനിക സാധ്യതകളെയും പറ്റി വിശദമായി പഠിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. 1979 ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടിയിലൂടെ അരങ്ങേറ്റം കുറിച്ചെങ്കിലും ആ സിനിമ പുറത്തിറങ്ങാതെ പോയി. തുടർന്ന് അരവിന്ദൻ്റെ ചിദംബരം എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും പിന്നീട് മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകമായി മുരളി മാറുകയുമാണ് ഉണ്ടായത്. 2001 പ്രിയനന്ദൻ സംവിധാനം ചെയ്ത നെയ്ത്തുകാരൻ എന്ന സിനിമയാണ് നടൻ മുരളിയെ ഭരത് മുരളിയാക്കി മാറ്റുന്നത്. ഇതേ സിനിമയ്ക്ക് തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 1992 ആധാരം, 96 കാണാക്കിനാവ്, 98 താലോലം തുടങ്ങിയ സിനിമകൾക്കും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും മുരളിക്ക് ലഭിച്ചിട്ടുണ്ട്. താരപരിവേഷങ്ങളും നാട്യങ്ങളും ഒന്നുമില്ലാതെ പരുക്കൻ കഥാപാത്രങ്ങൾ കൊണ്ട് മുരളി സ്ക്രീനിൽ നിറഞ്ഞാടിയപ്പോൾ മലയാളി പ്രേക്ഷകർ അദ്ദേഹത്തെ അങ്ങേയറ്റം ആരാധനയോടെ തന്നെ നോക്കി നിന്നിട്ടുണ്ടാവും. നെയ്ത്തുകാരനിലെ അപ്പമേസ്ത്രിയെയും ആധാരത്തിലെ ബാപ്പൂട്ടിയെയും അമരത്തിലെ കൊച്ചുരാമനെയുമൊക്കെ മലയാളി എങ്ങനെ മറക്കാനാണ്? മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തൻ്റെ മികവ് തെളിയിച്ചയാളാണ് മുരളി. നായക പ്രാധാന്യമുള്ള വേഷങ്ങൾ മാത്രമല്ല, വില്ലൻ വേഷങ്ങൾ കൊണ്ടും ഇദ്ദേഹം പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും നായകന്മാരായി കൊടികെട്ടി പറന്നിരുന്ന അക്കാലത്ത് പോലും കൂടെ മുരളിയാണ് ഉള്ളതെന്നറിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് വലിയ ഒരു സന്തോഷമായിരുന്നു. പിന്നീട് വന്ന പുതിയ നടീനടന്മാർക്കൊപ്പവും അദ്ദേഹം ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. തനതായ അഭിനയ ശൈലി കൊണ്ടും വ്യക്തിത്വം കൊണ്ടും എല്ലാ ആളുകളുടെയും മനസ്സിലെ ഇഷ്ടം പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മുരളി നമ്മെ വിട്ട് പിരിഞ്ഞ് 15 വർഷം പിന്നിടുമ്പോഴും ഇന്നും സിനിമാ രംഗത്തെ പഴയതും പുതിയതുമായ ആളുകൾ ഒരേ ആദരവോടെ, ഒരേ സ്നേഹത്തോടെ, ഒരേ ആരാധനയോടെ ഓർത്തിരിക്കുന്ന മുരളി എന്ന ആ പേര് മലയാള സിനിമയുടെ തന്നെ വലിയ ഒരു അടയാളമാണ്.